ഓം ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 31/7/2025. ബോധവാനായിരിക്കുക, എല്ലായ്പ്പോഴും ബോധവാനായിരിക്കുക എന്നത് നമ്മുടെ ആഗ്രഹമായി മാറിയാൽ, അതൊരു ലക്ഷ്യമായി മാറിയാൽ മനസ്സല്ലേ പ്രബലമാകുന്നത്. മനസ്സ് പ്രബലമായാൽ നിരീക്ഷകൻ എവിടെ? ബോധം എപ്പോഴും അവിടെ ഉണ്ട്, മനസ്സും എപ്പോഴും അവിടെ ഉണ്ട്. ഇവ രണ്ടും തിരിച്ചറിയുന്ന നിരീക്ഷകനും എപ്പോഴും അവിടെ ഉണ്ട്. എന്നാൽ ബോധവാനാവുക എന്ന സ്ഥിതി എപ്പോഴും അവിടെ ഉണ്ടാവണം എന്ന് വാശി കാണിക്കരുത്. എന്താണ് അങ്ങനെ പറയുവാൻ കാരണം? പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായിരിക്കുന്നുവോ അതിനെയാണ് നാം നിരീക്ഷിക്കേണ്ടത്, അല്ലാതെ എന്തായി തീരേണ്ടതാണോ അതിനെ നാം ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കരുത് എന്ന്. അത് ഒരു തരം പറ്റിക്കലാണ്. ഞാൻ എന്നെ തന്നെ പറ്റിക്കുകയാണ്. എന്തിന് ഞാൻ എന്നെ പറ്റിക്കണം? ഇപ്പോഴത്തെ എന്നെ ഞാൻ അറിയുക, അത്രമാത്രം മതി. നിരീക്ഷകൻ ഉണരുക, ഇപ്പോഴെന്താണ് എന്ന് ബോധ്യപ്പെടുക. അതാണ് ഈ നിമിഷത്തിലെ സത്യം. സത്യം തുടരുന്നില്ലല്ലോ, അത് തുടരണം, എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കണം എന്നത് മനസ്സിന്റെ ആഗ്രഹമാണ്. അത് ഈ നിമിഷത്തിൽ നിന്നും വഴുതി വീഴലാണ്. അത് സങ്കല്പത്തെ മെനഞ്ഞു കൂട്ടലാണ്. ഈ നിമിഷത്തിൽ നിന്നും ഭാവിയിലേക്കുള്ള വ്യഥ, ചിന്ത, ഭാവന തുടങ്ങിയവ സാങ്കല്പിക ലോകം സൃഷ്ടിക്കലാണ്. ഇത് യാഥാർത്ഥ്യ വിരുദ്ധവും ആണ്. മാറുന്ന അല്ലെങ്കിൽ തുടരാത്ത സത്യം നമ്മളിലുള്ള അതിനെ നിരീക്ഷിക്കുക, അത്രമാത്രം മതി. ഈ ബോധ്യപ്പെടലാണ് വേണ്ടത്. ഈ വിഷയത്തിൽ ആശയക്കുഴപ്പം വരരുത്. കാരണം ഈ സ്ഥിതിയിൽ ആശയമേ ഇല്ല, നിരീക്ഷണം മാത്രമേ ഉള്ളൂ. ബോധവാനായിരിക്കുക എന്നാൽ മനസ്സിലാക്കുക എന്നതാണ് എന്ന് തിരിച്ചറിയുക. ഒരു ബുദ്ധനെ പോലെ ആകണം എന്ന ചിന്ത ബുദ്ധനാക്കുന്നില്ല. അത് നിങ്ങളെ ആഴത്തിലുള്ള നിരാശാവാനാക്കി മാറ്റുന്നു. സ്വയം കുറ്റപ്പെടുത്തലിന് അത് കാരണമാകുന്നു. എന്നാൽ ഇപ്പോൾ എന്താണോ ഞാൻ, അതിനെ ഞാൻ നിരീക്ഷിക്കുക. ആ ബോധ്യപ്പെടൽ ബുദ്ധനാകുവാൻ ആഗ്രഹിക്കുന്ന എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. കാരണം ബുദ്ധനാകുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ എന്താണോ ഞാനല്ലാത്തത്, അതിനെ കാമിക്കുകയാണ്. എന്നാൽ ഈ നിമിഷത്തിൽ എന്താണോ ഞാൻ ആയിരിക്കുന്നത്, അതിനെ അറിയുകയാണ്. ബോധവാനായിരിക്കുക എന്നത് തുടരുക. എന്നിൽ അത് എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കണം എന്ന വാശിയോ നിർബന്ധ ബുദ്ധിയോ അവിടെ പാടില്ല. എന്നാൽ സ്വാഭാവികതയിൽ നിലവിലെ എന്നെ അറിയുക, അതാണ് മനസ്സ് ഉപയോഗിക്കാതെ അറിയുന്ന പ്രക്രിയ. എപ്പോഴും ബോധവാനായിരിക്കുക എന്നത് ഒരു നല്ല ആഗ്രഹമല്ലേ? ആർക്കും ഉപദ്രവമില്ലാത്ത ആഗ്രഹമല്ലേ എന്നെല്ലാം തോന്നാം. നല്ല ആഗ്രഹമായാലും മോശമായ ആഗ്രഹമായാലും നമ്മൾ കൂട്ടുപിടിക്കുന്നത് മനസ്സിനെയാണെന്ന് നമുക്ക് നിരീക്ഷിക്കുവാൻ സാധിക്കണം. ചിന്തിക്കുക, ഇത് വെറുമൊരു ആഗ്രഹമല്ല, ഇത് അത്യാഗ്രഹമാണ്. അത്യാഗ്രഹം നല്ലതാണോ? ഇതറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നിരീക്ഷണം? മഴ നല്ലതാണ്. എപ്പോഴും മഴ പെയ്തു കൊണ്ടിരുന്നാലോ? വെയിൽ നല്ലതാണ്. എപ്പോഴും വെയിൽ ആയാലോ? ഇവ മാറിയും തിരിഞ്ഞും വരട്ടെ. എന്തിന് തുടരണമെന്നോ നല്ലതെന്നോ മോശമെന്നോ പറയണം? നിരീക്ഷകൻ വിലയിരുത്തുന്നില്ല, വ്യാഖ്യാനിക്കുന്നില്ല, താരതമ്യം ചെയ്യുന്നില്ല. നിരീക്ഷണം മാത്രം. നമ്മുടെ യാത്ര സത്തയെ അറിയാനാണെങ്കിൽ നിരീക്ഷകന്റെ ഈ ഗുണങ്ങൾ നമ്മളിൽ സംഭവിക്കാതെ ഒരിക്കലും സത്തയെ അറിയുന്നില്ല.
ദേവതാസങ്കല്പത്തെ വർണ്ണിക്കുവാൻ 1000 നാവുണ്ടാകും. എന്നാൽ ദേവതാസങ്കല്പത്തിനപ്പുറം നിലനിൽക്കുന്ന സത്തയെ അറിയാൻ നിരീക്ഷകനാണ് ഉണരേണ്ടത്. ഈ വർണ്ണിക്കുന്ന നാവ് അടങ്ങണം. അതൊന്നും ശരിയായ പരിഹാരമല്ല. ഒരു പ്രശ്നം വരുമ്പോൾ അവയൊന്നും പരിഹാരമായോ ഉത്തരമായോ മാറുന്നില്ല. പ്രശ്നവും പ്രശ്നക്കാരനും പ്രശ്നപരിഹാരമില്ലാതെ അവിടെ എപ്പോഴും നിലനിൽക്കും. അതനുസരിച്ച് മനസ്സ് താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കും. ഹരിയോ. ഇന്ന് 31-ാം തീയതി ജൂലൈയിലെ വൃത്തത്തിലെ ശൂന്യത ബോധവാനായിരിക്കുന്നതിനെ കുറിച്ചാണ്. ബോധവാനായിരിക്കുക എന്ന് ആദ്യം ഗുരുജി അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ഏത് തലത്തിലായിരിക്കും ഇത് ഗ്രഹിക്കുന്നത്? പല തലത്തിലാകാം. സൂക്ഷ്മമായി തിരിച്ചറിയാനും പാടായിരിക്കും. 3 തലം നമുക്കറിയാം: മനസ്സ്, പിന്നെ നിരീക്ഷകൻ, സത്തതലം. സത്ത വിട്ടിട്ട് മനസ്സും നിരീക്ഷകൻ തലം നമുക്ക് നോക്കാം. 2 രീതിയിൽ ഏതെങ്കിലും ആകാം. നമുക്ക് പിന്നെ ഗുരുവചനങ്ങളുടെ പിന്താങ്ങും തിയറട്ടിക്കൽ നോളജിന്റെ സപ്പോർട്ടും ഉണ്ടായിക്കൊണ്ട് മീറ്റിനി മെഡിറ്റേഷൻ സെന്ററിന്റെ ശിബിരങ്ങളിലും ധ്യാന വിധികളിലും പങ്കെടുത്തതിന് ശേഷം ബോധവാനായിരിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നാം സാധകർ മനസ്സിലാക്കി കാണും. അതായത് ഈ നിമിഷത്തിൽ നിന്ന് ആ നിശ്ചലമായ നോ മൈൻഡ് സ്റ്റേറ്റിൽ എത്തി ധ്യാനത്തിൽ നിൽക്കുമ്പോൾ ഗുരുനിർദ്ദേശം അവിടെ ആ ഹോളില് നമുക്ക് നന്നായിട്ട് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ മനസ്സിലെങ്കിലും പറ്റും. നന്നായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ അതേപോലെ ആ ഒരു അനുഭവ തലത്തിൽ നിന്ന് വേണം നാം നമ്മളെയും കാണാനും അറിയാനും ശ്രമിക്കേണ്ടത്. അതായത് പലരും പറയും അവിടെ നിന്ന് പുറത്തു പോകുമ്പം മനസ്സ് അവരെ പിടിക്കും, മനസ്സിന്റെ കൺട്രോൾ അങ്ങ് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ആ റിലാക്സ്ഡ് ആയിട്ട് ഉള്ള ഒരു ആ ടെൻഡൻസി വരുമ്പം അതാണ്. നമ്മളിപ്പം ഒരു ക്യാമറയുടെ മുമ്പേ നിൽക്കുവാണെങ്കിൽ വളരെ അലേർട്ടായിട്ട് നിൽക്കും. പക്ഷെ അതല്ലാത്ത വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകും. പക്ഷെ ആ റിലാക്സേഷൻ ഞാൻ പറയുന്നത് മനോതലത്തിൽ നിന്ന് തോന്നുന്ന മനസ്സിന്റെ തോന്നൽ പോലെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ആ സ്ഥലത്തിൽ നമ്മൾ പോകാതെ എങ്ങനെയാണോ അലേർട്ടായിട്ട് ഗുരു സാമീപ്യത്തിൽ നിന്നത് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മള് പിന്നെ നമ്മളെ നോക്കിക്കാണണം, നമ്മളെ അറിയേണ്ടത് അങ്ങനാണ്. അപ്പോ അതിന് പ്രയാസം കാണില്ല. കാരണം ഇപ്പൊ സാധകരൊക്കെ അവരുടെ ഈ മാസത്തെ ധ്യാന പിന്നെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് അവരെല്ലാരും എഴുതിയിട്ടുണ്ട് നിരീക്ഷകൻ ആക്ടിവേറ്റ് ആയിരിക്കും. അപ്പൊ അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് വേണം ഈ ബോധവാനായിരിക്കുക എന്ന് പറയുന്നത് ആ നിരീക്ഷകന്റെ തലത്തിൽ നിന്നുകൊണ്ട് ആ സ്വഭാവത്തിൽ, നിരീക്ഷകന്റെ സ്വഭാവത്തിൽ, മനസ്സിന്റെ സ്വഭാവത്തിൽ അല്ല പലതും കാണണ്ടേ. അവിടെ മനസ്സ് കൊണ്ട് നമ്മൾ അങ്ങനെ നിൽക്കുമ്പം ആ തലത്തിൽ നിന്ന് നമ്മളെ കുറിച്ച് ഗ്രഹിക്കുമ്പോൾ അവിടെ മനസ്സുണ്ട്, നിരീക്ഷകനുണ്ട്, ബോധവുമുണ്ട്. നമ്മൾ ആ സത്ത എന്ന് പറയുന്ന ആ എസെൻസ് ബോധം ആണ് നമ്മളത് തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ അപ്പോൾ നാം ബോധവാൻ ആയിരിക്കണം. അതിന്റെ അങ്ങനെ ബോധവാനായിട്ടിരിക്കുമ്പോൾ ആ ഒരു തലത്തിൽ നിൽക്കുമ്പം അതിന്റെ ഇടയ്ക്ക് ഒരു സങ്കല്പം, ആഗ്രഹം, പ്രതീക്ഷ, ഞാൻ ബോധവാനായിരിക്കണം എന്ന് ആ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് പിന്നെ അതിനപ്പുറം ബോധവാൻ ആവുന്ന ആ സ്ഥിതി എപ്പോഴും ഉണ്ടാകണം എന്ന ഒരു വാശിയും പിന്നെ ഉടൽ എടുത്താൽ, ഇത് രണ്ടും വന്നാൽ നമ്മളപ്പോ മനോതലത്തിലോട്ടായിരിക്കും അതിപ്പതിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുജി ആവർത്തിച്ച് പറയുന്നത്, പറഞ്ഞ കാര്യമാണ്, ഈ നിമിഷത്തിൽ നാം എന്താണോ എന്തായിരിക്കുന്നുവോ അതിനെ ആണ് നാം നിരീക്ഷിക്കേണ്ടത്.
അതായത് ന്യൂട്രൽ ആയിട്ടാണ് അതിനെ കാണേണ്ടത്. ഈ നിമിഷത്തിലെ സത്യം എന്തായിക്കോട്ടെ, നമ്മൾ ചില ആഗ്രഹങ്ങൾ കയറി വന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നെ ഞാൻ അറിയുക എന്നത് മാത്രം ചെയ്താൽ മതി. അതാണ് നമ്മുടെ പിന്നെ നമ്മൾ ബോധവാനായിരിക്കുക എന്ന് പറഞ്ഞ കാര്യം അതാണ്. മനസ്സിൽ എന്ത് കയറി വരുന്നു, കാരണം ഈ ഒരു സ്ഥലത്തിൽ ഇത്രയൊക്കെ എക്സ്പീരിയൻസും നമുക്ക് ഈ മന്ത്ലി മെഡിറ്റേഷൻ ക്യാമ്പിൽ കിട്ടിയിട്ടും മൈൻഡ് ട്രിക്കി മൈൻഡാണ്, കയറി വരും. അത് കയറി വരാൻ നമ്മൾ അങ്ങനെ തടസ്സപ്പെടുത്തിയാലും പറ്റില്ല. പക്ഷെ വന്നാലും നിരീക്ഷകൻ ഉണ്ടെങ്കിൽ ഒരു കാര്യമാണ്, അത് വന്നിട്ട് അതങ്ങ് പൊക്കോളും. അറ്റാച്ച്മെന്റ് വരത്തില്ല അതില്. അങ്ങനെ ഒരു ഗുണം ഉണ്ടാവും, ഒരു സ്വാഭാവികത വരും. അതിലോട്ട് ഒട്ടാതിരിക്കാനുള്ള ഒരു സ്വാഭാവികത വരും നിരീക്ഷകൻ ഉണ്ടെങ്കിൽ. അത് നമുക്ക് തന്നെ സെൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ആദ്യം ഈ മനസ്സ് നമ്മളെ ഇട്ട് ഇത്രയും വിഷമിപ്പിച്ച മനസ്സ്, അതിൽ നിന്ന് ചില കാര്യങ്ങൾ വരുന്നത് നമുക്കറിയാം വന്നിട്ട്, പക്ഷെ നമ്മൾ അതിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അത് അങ്ങനെ അങ്ങ് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ നിലനിൽക്കുന്നത് ആ മനോതലത്തിൽ അത്രയും അല്ല, നമ്മൾ മറ്റിടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതായിട്ട് മാറുന്നുണ്ടാവാം. അത് അങ്ങനെ നമ്മൾ ബോധവാന്മാർ ആകണം. അത് സെൻസ് ചെയ്യണം, അവെയർ ആയിരിക്കണം നമ്മുടെ ഉള്ളിലെ ചേഞ്ചസിനെ കുറിച്ച്. അതിനാണ് നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നത്, ടു ബി അവെയർ ഓഫ് ഇറ്റ്. അപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതില് ഇങ്ങനെ നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അടുത്ത പാരഗ്രാഫിൽ കുറിച്ച് പറയുന്നുണ്ട്. ഈ നിമിഷത്തിൽ നിന്ന് നിരീക്ഷകനെ ഉണർത്തി ഇപ്പോൾ എന്താണ് എന്ന ബോധ്യം ആകുമ്പോൾ ഈ നിമിഷത്തില് സത്യമായി ആയിരുന്നു, അതിൽ സത്യം ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ നിമിഷത്തിലെ സത്യം തന്നെ കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ബാഹ്യ അവസ്ഥയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ നിമിഷത്തിലെ സത്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഓരോ നിമിഷം മാറി 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 അടുത്ത നിമിഷത്തിലോട്ട് പോകുമ്പോൾ സിറ്റുവേഷൻസും നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനെ നിരീക്ഷിക്കുക മാത്രം മതി. അപ്പോ അതിനകത്ത് വേറെ ഒന്നും കലർപ്പ് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ മോളത്തെ പിന്നെ ഇപ്പൊ ഒരു ബുദ്ധൻ, അതിനകത്ത് ഒരു ഇതും പറയുന്നുണ്ട് കൊച്ചി, ഒരു ബുദ്ധനെ പോലെ ആകണം എന്ന ചിന്ത അതുപോലും വരാതിരിക്കുന്ന നല്ലത്. കാരണം അത് ചിലപ്പം അങ്ങനെ വന്നാലും നമ്മൾ ബുദ്ധനാവുന്നില്ലല്ലോ. അത് പിന്നെയും നമുക്ക് എന്തോ ഉത്പാദിക്കാം, നിരാശ, കുറ്റപ്പെടുത്തല്, എങ്ങനെ പിന്നെ ഒരു സംഘർഷം, അതായില്ലല്ലോ, ഇതൊക്കെ ആയിരിക്കും അത് ഉണ്ടാക്കുന്നത്. അത് അല്ലാതെ നമ്മളിപ്പോ എന്താണോ ഈ നിമിഷത്തിൽ നമ്മുടെ ഉള്ളിൽ എങ്ങനാണോ, ബുദ്ധനായില്ലെങ്കിൽ ഇല്ല, പക്ഷെ ഇപ്പൊ എന്താണ് എന്റെ അവസ്ഥ, എന്താണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്താണ് ഇപ്പൊ, ഞാൻ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ റിലാക്സ്ഡ് ആയിട്ട് സ്വാഭാവികമായിട്ട് ശാന്തനാണോ. അപ്പോ പിന്നെ വ്യാഖ്യാനിക്കാൻ പോയത് ഞാനപ്പോ ഇങ്ങനാണ് അങ്ങനാണ് ഒരൊന്നും അല്ല, ജസ്റ്റ് ഒബ്സർവ്. അത് എന്താണോ അതിനെ നിരീക്ഷിക്കുക, എന്താണോ ഞാൻ അതിനെ അറിയുക, അല്ലാതെ ആഗ്രഹം വെക്കരുത്. പിന്നെ ഒരുവിധം അത് നിരീക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിരീക്ഷകന്റെ പോലെ ന്യൂട്രലായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, മനസ്സിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നറിയണമെങ്കിൽ ആ നിരീക്ഷകന്റെ തലത്തിൽ നിൽക്കണം. എന്നാലേ ആ മൈൻഡ് ഇന്നത്തെ സംഗതികൾ വിട്ടുപോകുള്ളൂ, അതിലോട്ട് ഒട്ടലില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോ അത് ചെയ്യേണ്ടതും സ്ട്രെസ് എടുത്തിട്ടല്ല, സ്വാഭാവികമായിട്ട് അത് ചെയ്യണം. നാച്ചുറലായിട്ട് നമ്മൾ അതില് റിലാക്സ്ഡ് ആയിട്ട് മനസ്സിലോട്ട് ഒട്ടലില്ലാത്ത പ്രക്രിയയിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കണം. അതായത് അതാണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ബോധവാനായി തുടരുക, സ്വാഭാവികമായി എന്നെ അറിയുക, മനസ്സ് ഉപയോഗിക്കാതെ. അതായത് ഈ നിമിഷത്തിൽ എന്നെ നിരീക്ഷിച്ചുകൊണ്ട് എന്നെ അറിയുന്ന പ്രക്രിയയിൽ ഏർപ്പെടുക. ബോധവാനായി തുടരാൻ ഉള്ള ആഗ്രഹം ഉടൽ എടുക്കുകയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട
നമ്മൾ മനസ്സിൽ കുടുങ്ങുകയാണ്. അതുകൊണ്ട് നിരീക്ഷകന്റെ തലത്തിൽ നിന്ന് നമ്മളെ അറിഞ്ഞ് ബോധവാനായി തുടരുക മാത്രം ചെയ്താൽ മതി. അതാണ് ആ തുടർച്ചയായിട്ട് അതായത് സത്തയോട് അടുത്തിരിക്കുന്ന, ബോധമായിട്ട് അടുത്തിരിക്കുന്ന, അഖണ്ഡബോധമായിട്ട് അടുത്തിരിക്കുന്നതാണ് നിരീക്ഷകൻ. അപ്പോ നമ്മൾ ആ തലത്തിൽ നിന്നാലേ ഉള്ളൂ ആ ബോധവാൻ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ആ തലത്തിൽ നിൽക്കണം എന്ന് നിർബന്ധം ഇല്ല. ഗുരുജി ലാസ്റ്റിൽ പറയുന്നുണ്ട്. ചിലപ്പോ ഇത് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരിക്കും. ഷിഫ്റ്റിംഗ് ഫ്രം വൺ ലെവൽ ടു അനദർ വൺ ലെവൽ, അതൊക്കെ നടക്കും. അപ്പോ ഇവൻ നമുക്ക് ഭയങ്കര ഒരു അസുഖം വന്നു, ഒരു തലത്തിലോട്ടാ പോകുന്നത്. പക്ഷെ ആ ഒരു പ്രക്രിയയിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഓരോരോ സാഹചര്യങ്ങൾ പുറത്ത് വരുന്നതനുസരിച്ച് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, മനോതലത്തിലോ മറ്റോ വല്ലോ പോകാൻ. അപ്പോഴും ആ ഒരു അവസ്ഥയിലും, സ്ട്രെസ്ഡ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയിലും നിരീക്ഷകന്റെ തലത്തിൽ, അതായത് നമ്മുടെ മൈൻഡിനെ ശാന്തമാക്കണമെങ്കിൽ ആ നിരീക്ഷകനിൽ നമ്മൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ ശാന്തത വരുന്നതാണെങ്കിൽ, അങ്ങോട്ട് വഴുതി വീഴാൻ ഒരു പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ സ്ട്രെസ്സിന്റെ ഇടയ്ക്കായാലും നമ്മൾ അങ്ങോട്ടൊന്ന് ചരിയും. ചിലപ്പോൾ ആ ഒരു ടെൻഡൻസി ഉണ്ടാവും, ആ നിരീക്ഷകൻ ലെവലിൽ നിൽക്കാൻ പറ്റും. അപ്പോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും ഗുരുജി പറയുന്ന അത് പ്രശ്നമല്ല. എന്നാലും എത്രയും ടു ദ ബെസ്റ്റ് ഓഫ് അവർ എബിലിറ്റി തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതോ ബോധവാനായിട്ട് തുടരുകയാണ് വേണ്ടിയത്. അത് മാത്രം മതി. പിന്നെ നിരീക്ഷണവും പിന്നെ ബോധവാനായി തുടരുകയാണെങ്കിൽ നിരീക്ഷകന്റെ സ്വഭാവം, അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താലും സാരമില്ല. പക്ഷെ നന്നായിട്ട് അത് ചെയ്യുവാണെങ്കിൽ, നിരീക്ഷണവും ബോധവാനായി തുടരുകയാണെങ്കിൽ നിരീക്ഷകന്റെ സ്വഭാവം നമ്മളിലും പതിയും. അതാണ് അതിന്റെ ലക്ഷണം. നമുക്ക് പിന്നെ ഈ നിരീക്ഷകൻ വിലയിരുത്തുകയില്ല, വ്യാഖ്യാനിക്കുകയില്ല, ന്യായീകരിക്കുകയില്ല, താരതമ്യം ചെയ്യാറില്ല, പ്രതീക്ഷിക്കുന്നില്ല, മോഹിക്കുന്നില്ല. അപ്പൊ അതുപോലെ നമ്മളും ആ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലും വരുമ്പോഴാണ് അതിന്റെ ഒരു ലക്ഷണം. നമ്മൾ ആ തലത്തിലാണ് ശാന്തനായി ഇങ്ങനെ ഒക്കെ ഉള്ള ഒരു സ്വഭാവമുണ്ട്. മിനിമം ഒരു ആഗ്രഹം ഇല്ലാതെ ഉള്ളത് കൊണ്ട് കഴിയാനും പിന്നെ ഒരു ശാന്തഭാവത്തിൽ പോകുന്നതും പിന്നെ ആരെക്കുറിച്ച് ഒന്നും ഒരു വ്യാഖ്യാനം, ചുറ്റിനുള്ളതിനെ കുറിച്ച് ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒന്നും അതിനെ അസ്യൂം ചെയ്തൊന്നും ഒരു പിന്നെ വ്യാഖ്യാനവും ജഡ്ജ്മെന്റിലും ആകാത്ത ആ ഒരു തലത്തിൽ നമുക്ക് നിൽക്കുവാണെങ്കിൽ നമ്മൾ ആ നിരീക്ഷകന്റെ ലെവൽ എത്തിയത്. നിരീക്ഷണം മാത്രം ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആ മോഡിലോട്ട് പോയിട്ടുണ്ട്. നിരീക്ഷകന്റെ സ്വഭാവം നമ്മളിലും ഉണ്ടാകുമ്പോൾ മാത്രം സത്തയിൽ ചേരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഈ ഈശ്വരൻ വേറെ, ഞാൻ വേറെ, അപ്പൊ ആ ദേവസങ്കല്പത്തിലൊക്കെ നിൽക്കുമ്പോൾ അപ്പോഴും പ്രശ്നങ്ങളുണ്ട്, പിന്നെ പ്രശ്നക്കാരനും ഉണ്ട്, പിന്നെ പ്രശ്ന പരിഹാരം ഇല്ലാതെ ഇരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ആ തലത്തിൽ നിൽക്കുമ്പം ഉണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് ഇനി അഥവാ ആ തലത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ മനസ്സ് പിന്നെ താഴോട്ടുള്ള ഒരു ലെവലിലോട്ടാണ് പോകുന്നത്. പരിഹാരം വേണമെങ്കിൽ പ്രശ്നങ്ങൾക്ക്, അതായത് പിന്നെ പ്രശ്നവും സമൂഹത്തിൽ ഉണ്ടാകുന്നത് പ്രശ്നക്കാർ നമ്മൾ തന്നെയാണ്. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഈ പ്രശ്നക്കാരായ നമ്മുടെ ആ മനസ്സിനെ അത് റെക്ടിഫൈ ചെയ്ത് വന്നാൽ അത് ആ പരിഹാരം അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഓരോ വ്യക്തികളും ഒരു ജനങ്ങളുടെ ഇടയ്ക്ക് ഓരോരുത്തരും അത് ചെയ്താൽ അവിടെ ഒരു റെക്ടിഫിക്കേഷൻ അവിടെ സമൂഹത്തിലും നടക്കുന്നതായിരിക്കും. അപ്പൊ പരിഹാരം വേണമെങ്കിൽ നിരീക്ഷകൻ ഉണർന്ന് ഇരിക്കുകയും ബോധവാനായി തുടരുകയും ചെയ്താൽ
സത്തയിൽ എത്താൻ പറ്റുന്നതാണ്. സത്തയിൽ എത്തുമ്പോൾ ആണ് യഥാർത്ഥ പരിഹാരങ്ങൾ സ്വാഭാവികമായി തെളിയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയും ഹരിയോം. ഈ നിമിഷത്തിൽ നിലനിൽക്കാനാണ് ഒരു സാധകൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നത് ഞാൻ എന്തോ ലക്ഷ്യത്തെ നേടാനാണ് എന്ന് ചിന്തിച്ചാലോ, അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ എന്നിൽ അറിവ് നിറയുന്നു, ഞാൻ ബോധവാനാകുന്നു, ഞാൻ നിരീക്ഷകനിലേക്ക് അടുക്കുന്നു എന്നൊക്കെയുള്ള ഈ ചിന്തകൾ വന്നാൽ അപ്പം നമ്മൾ ഉടനെ തിരിച്ചറിയണം നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. നമ്മൾ മനസ്സിൻ്റെ പിടിയിലകപ്പെട്ടു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഈ നിമിഷത്തിലെ എന്നെ നോക്കിക്കാണാൻ ശ്രമിക്കണം. അപ്പം ഒട്ടലില്ലാതെ വ്യാഖ്യാനങ്ങളില്ലാതെ എന്നെ നോക്കിക്കാണാൻ ശ്രമിക്കണം. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എനിക്ക് ഈ റൈറ്റിംഗ് മനസ്സിലാക്കാൻ സാധിക്കുന്നു, എനിക്ക് വൃത്തത്തിലെ ശൂന്യത പറയാൻ സാധിക്കുന്നു. ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എല്ലാം മനസ്സിനെ ഉൾപ്പെടുത്തുകയാണ്. അവിടെ നിരീക്ഷകൻ വരുന്നില്ല, ഞാനെന്ന ഭാവം വരുന്നുണ്ട്, മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ നിരീക്ഷണത്തിലൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ നമ്മളെ നോക്കിയാൽ മാത്രമേ യഥാർത്ഥ എന്നെ കാണാൻ പറ്റുള്ളൂ. നിരീക്ഷണത്തിലൂടെ മാത്രമേ സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഈ നിമിഷത്തിലെ ഞാനാണ് സത്യം. അത് ആദ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മളിൽ അഹമുണ്ട്, നമ്മളിൽ അഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്, മനസ്സിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും നമ്മൾ നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ആദ്യം അംഗീകരിക്കണം. ആ ധൈര്യം ഒരു സാധകൻ കാണിക്കണം. എന്നാൽ മാത്രമേ വിവേകബുദ്ധിയോടെ നമ്മുടെ മനോതലങ്ങളെ ഉയർത്തി നമ്മളിൽ ബോധവികാസം സംഭവിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? എനിക്കെന്തോ അറിവുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ സ്റ്റക്കായി നിന്ന് പോകും. മുന്നോട്ട് യാത്ര പോവില്ല, ഒരിക്കലും സംഭവിക്കില്ല. മനസ്സ് നമ്മളിൽ നിലനിൽക്കുന്നത് കാരണം സ്വാഭാവികമായിട്ടും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ഇപ്പോൾ ഉയർച്ച ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ നിരാശനാവാനോ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കാരണം ആശകളും ആശയങ്ങളും ഭാവനകളും ഇതെല്ലാം മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അപ്പം ഇത് നിലനിർത്തിയാൽ ഒരിക്കലും നമുക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. നിരീക്ഷണവും നടക്കുകയില്ല. അപ്പം ഈ നിമിഷത്തിലെ എന്നെ അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഒരു സാധകൻ ചെയ്യേണ്ടത്. അപ്പം സ്വാഭാവികതയിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ അറിയും, പഠിക്കാതെ പഠിക്കും. ഈ ചലിക്കുന്ന മനസ്സിനെ നിരീക്ഷിക്കുക, ഒരു വ്യാഖ്യാനവും കൊടുക്കാതെ ഇപ്പോഴത്തെ സത്യത്തെ അംഗീകരിക്കുക, ഭാവിയിലോ ഭൂതത്തിലോ പെടാതിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ സ്വാഭാവികതയിൽ നിലനിൽക്കും, മനസ്സ് ശാന്തമാകും. ധ്യാനാത്മക മനസ്സിൽ നിലനിൽക്കാൻ സാധിക്കും. മനസ്സ് ശാന്തമാവും മാത്രമേ ഇത് സാധിക്കൂ. അപ്പോൾ മാത്രമേ നമുക്ക് സത്യം ബോധ്യപ്പെടുകയുള്ളൂ. അപ്പം ഇതാണ് നമ്മൾ ഈ സെൻ സ്റ്റോറീസ് ഒരുപാട് അവധൂജി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെൻ സ്റ്റോറീസിലെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഈ നിമിഷത്തിൽ നിലനിൽക്കുന്ന കഥകളാണ് എല്ലാം. ഇപ്പോൾ ആ ഇടയ്ക്ക് ഒരു പണ്ട് പറഞ്ഞു തന്ന ഒരു കഥയുണ്ടല്ലോ, ഒരു മലമുകളിൽ ഒരു സെൻ ആശ്രമം. ആ ആശ്രമത്തിലെ സന്യാസി ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടി ഒരു ബക്കറ്റും തൂക്കി താഴെ ഇറങ്ങിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വരുന്നു. അപ്പം അതിൽ ഈ തോളിൽ തൂക്കുന്ന ഒരു ഇതുണ്ടല്ലോ, കമ്പിൽ ഇങ്ങനെ രണ്ട് സൈഡിലും
വെള്ളം തൂക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പം ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ താഴെ ഇറങ്ങിപ്പോയി അതെടുത്ത് മുകളിൽ വരുമ്പം ആ നിലാവ്, ആ രാത്രിയിലെ നിലാവ് ഈ വെള്ളത്തിൽ ഇങ്ങനെ കാണുന്നു. അത് കണ്ടിങ്ങനെ സന്തോഷിച്ചിങ്ങനെ വരികയാണ്. ഇത് ദിവസവും നടക്കുന്ന സംഭവമാണ്. അദ്ദേഹം എല്ലാ ദിവസവും വൈകിട്ട് പോകുന്നു, താഴെ ഇറങ്ങി പോകുന്നു, തിരിച്ച് കയറി വരുന്നു, ആ നിലാവിനെ ആസ്വദിച്ചുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ വരികയാണ്. ഒരു ദിവസം ഈ ബക്കറ്റ്, ആ ഒരു വെള്ളം കൊണ്ടുവരുന്ന ആ പാത്രം തറയിൽ വീണ് പൊട്ടുന്നു. അപ്പോൾ അയാൾ, ആ സന്യാസി ബോധപ്രാപ്തനാകുന്നു. ഇതൊരു ആ നിമിഷത്തിൽ നിലനിന്നത് കൊണ്ട് ഒരു തിരിച്ചറിവ് അവിടെ സംഭവിക്കുന്നു, ബോധപ്രാപ്തനാകുന്നു ആ സന്യാസി. അത് നിരന്തരം ഒരു പ്രാക്ടീസാണ്. അപ്പം ആ നിലാവ് എന്ന് പറയുന്നതിനെ അദ്ദേഹം ചിലപ്പോൾ ആ വ്യക്തിയായിട്ട് കാണാം, ആ സന്യാസിയായിട്ട് കണ്ടിരുന്നിട്ടുണ്ടാവാം. ഞാനാണത്, ഞാൻ ആ നിത്യസത്യത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്, ആ ഒരു നിഴലാണ് ഞാൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. അത് നിരന്തരം അദ്ദേഹം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിരീക്ഷിച്ച്, സ്വയം നിരീക്ഷിച്ച് ഇങ്ങനെ പോയപ്പോൾ ഒരു ദിവസം ആ നിലാവ് ഇല്ലാതായി. എന്താണോ യഥാർത്ഥത്തിലുള്ളത് അത് മാത്രമായി. ചിലപ്പോൾ അങ്ങനെയായിരിക്കും അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം എന്തായി? ബോധപ്രാപ്തനായി. അപ്പം ഈ നിമിഷത്തിൽ നമ്മൾ നിലനിന്ന് പോകുമ്പോഴാണ് ആ സത്യം ബോധ്യപ്പെടുന്നത്. ഈ ധ്യാനാത്മക മനസ്സിൽ സങ്കല്പങ്ങൾക്ക് സ്ഥാനമില്ല. ഈ മനസ്സാണ് നമ്മളിലെ നിരീക്ഷകനെ ഉണർത്തുന്നത്. ധ്യാനാത്മക മനസ്സാണ്. നിരീക്ഷകൻ സ്വതന്ത്രനാണ്. ഒരു വ്യാഖ്യാനങ്ങളും ആശയങ്ങളോ സങ്കല്പങ്ങളോ ഇല്ലാതെ, ഒട്ടലില്ലാതെ നിരീക്ഷിക്കുക മാത്രമാണ് നിരീക്ഷകൻ ചെയ്യുന്നത്. ഈ മനസ്സിനപ്പുറം നിലനിൽക്കുന്ന സത്തയെ അറിയാൻ തീർച്ചയായും നിരീക്ഷകനെ ഉണർത്തേണ്ടതുണ്ട്. ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഭൂതകാലത്തെക്കുറിച്ചോ സങ്കല്പങ്ങളെക്കുറിച്ചോ ഈ താരതമ്യം ചെയ്ത് ചിന്തിക്കുന്ന മനസ്സിന് പിടികൊടുത്താൽ സാധകൻ വീണ്ടും മനസ്സിൻ്റെ ബന്ധനങ്ങളിൽ അകപ്പെടും. വീണ്ടും കർമ്മബന്ധനങ്ങളിൽ കുടുങ്ങി മനസ്സിൻ്റെ അടിമയായിട്ട് ഓരോ നിമിഷവും മരിച്ച് ജീവിക്കേണ്ടി വരും. സത്യം ബോധ്യപ്പെടുകയില്ല. ആ ജീവിതം വ്യർത്ഥമായി പോകും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഓം ഗുരുഭ്യോ നമഃ. നമ്മള് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഈ നിമിഷത്തില് എന്റെ അവസ്ഥ, യഥാർത്ഥ അവസ്ഥ, സത്യസന്ധമായ അവസ്ഥ എന്താണെന്നാണ്. പലപ്പോഴും നിരീക്ഷകൻ, ബോധപ്രാപ്തൻ, അല്ലെങ്കിൽ ആ ബോധപ്രാപ്തനിലേക്കുള്ള നടത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴേ മനസ്സ് പല പ്രാവശ്യം, ഇപ്പൊ ബാലുജി എടുത്തു പറയുമ്പോഴാണ് ഓരോ കാര്യവും. കാരണം നമ്മള് ഓരോ കാര്യത്തിലും കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാര്യം വരുമ്പോൾ ഉടൻ തന്നെ ഞാൻ ആത്മീയതയിൽ കുറച്ച് ഉയർന്നിരിക്കുന്നു, കുറച്ച് കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുന്നു എല്ലാം മനസ്സ് സൃഷ്ടിക്കുന്നുണ്ട്. മനസ്സിന് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടി പറയുകയാണെങ്കിൽ ഈ അവസ്ഥകളിലൂടെ എല്ലാം കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഗുരുജിയുടെ ഭാഷ എപ്പോഴും ഈ ഒരു സാധനത്തിനെ തന്നെ ഉണർത്തി പലപ്പോഴും കാണിച്ചു തരും. പക്ഷെ ആ അഹം ഉണർന്നു നിൽക്കുന്ന കാരണം പലപ്പോഴും അത് തിരിച്ചറിയാൻ പറ്റില്ല. ചിലപ്പോൾ ദിവസങ്ങളെടുക്കും, ആഴ്ചകളെടുക്കും. പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോഴായിരിക്കാം എപ്പോഴെങ്കിലും കാരണം ആ പൊന്തി വന്ന ആ മനസ്സിന്റെ വൈകൃതങ്ങൾ മനസ്സിലാവാൻ സാധിക്കുന്നത്. മനസ്സ് കപടത ഒരു മുഖംമൂടി സൃഷ്ടിച്ചിട്ട് ഈ ഞാൻ നിൽക്കുന്ന ആ റിയൽ എന്താണോ ഞാൻ നിൽക്കുന്ന അവസ്ഥ, ആ നിൽക്കുന്ന അവസ്ഥയെ മൂടിയിട്ട് വേറൊരു കപടത സൃഷ്ടിച്ച് ആ സ്പിരിച്വാലിറ്റിയിലൂടെയൊക്കെ സഞ്ചരിപ്പിക്കുന്ന വഴിയാണ് മനസ്സിൻ്റെ. പക്ഷെ യഥാർത്ഥത്തില് അതിന് എല്ലാത്തിനേക്കാളും എന്ത് വലിയ സിദ്ധിയേക്കാളും എത്ര വലിയ ആത്മീയത പറയുന്നതിനേക്കാളും മഹത്തരമാണ് ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നു, എന്റെ മനസ്സിന്റെ ചിന്തകൾ എന്താണ് എന്ന് സ്വയം തിരിച്ചറിയുക. എന്റെ മനസ്സിലെ ഓരോ ചിന്തകളും ഗുരുജിയുടെ ഇന്നത്തെ ഇതില്
പ്രധാനമായിട്ടും ആ വായനയില് തോന്നിയത്. കാരണം ഈ നിമിഷത്തില് ഞാനിപ്പം നിലനിൽക്കുന്ന അവസ്ഥ എന്താണ്, ഈ മനസ്സിൽ ഇപ്പോഴ് എൻ്റെ മനസ്സിലെയും എൻ്റെ ആന്തരിക വികാരങ്ങളും എന്താണ്, ആ ഒരു തിരിച്ചറിവ്, അതാണ് ആദ്യമായിട്ട് ഒരു സാധകന് വേണ്ടത്. കാരണം പല ഇതിലും നമ്മൾ ഗുരുജിയെയും ഒക്കെ തന്നെ പറ്റിക്കാന് മനസ്സിനെ സ്വയമേ ഒന്നും ചെയ്യണ്ട. മനസ്സിന്റെ സ്വാഭാവികത അതാണ്, കുട്ടിക്കാലം മുതലേ പഠിച്ചു വച്ചിരിക്കുന്ന സ്വാഭാവികത. പുറത്ത് നാട്യം നടിച്ചിട്ട് അകത്ത് പല കാര്യങ്ങളിലും കള്ളത്തരം കൊണ്ടുവരിക. പക്ഷെ പുറത്ത് മുഖത്തും ഒക്കെ നല്ല ഇത് കാണിച്ചു നിൽക്കും, പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അതിന് നേരെ ഓപ്പോസിറ്റുള്ള വികാരമാണുള്ളത്. അത് എന്നിലുണ്ട്, എല്ലാ കാര്യങ്ങളും ജെനുവിനായിട്ട് ഉണ്ട് എന്ന് ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവിലൂടെയാണ് തുടക്കത്തിലെ ഒരു സാധകൻ സഞ്ചരിക്കേണ്ടത് എന്ന ഒരു ഏറ്റവും ആദ്യത്തെ പാഠമാണ് എനിക്ക് ഈ വൃത്തത്തിലെ ശൂന്യതയിൽ നിന്ന് മനസ്സിലായത്. ഹരിയോ ബാലുജി കേട്ടായിരുന്നു. ഒരു 5 മിനിറ്റേ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, പിന്നെ ഒരു ഇതിനകത്ത് നമുക്ക് നമ്മുടെ സാധനയില് നമ്മൾ ഈ കിട്ടുന്ന ഈ ഇൻസ്ട്രക്ഷൻ പോലെ നമുക്ക് കിട്ടാത്ത ഒരു സമയത്തെ അത് എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മൾ ഈ പോകുന്ന വഴി നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകള് ഇതിൽ ഇപ്പൊ സായി പറഞ്ഞ കാര്യം, ഈ മനസ്സിനെ മനസ്സിലാക്കാൻ ഇന്നത്തെ ടോക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഇതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പേ ഇത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഗുരുജി ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഒക്കെ തരും, ആന്തരിക നിരീക്ഷണം ചെയ്യണം, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ മനനം ചെയ്തൊക്കെ മനസ്സിലാവും. പക്ഷെ ഈ ബോധം എങ്ങനെ, നിരീക്ഷകൻ എങ്ങനെ നമുക്കറിയില്ലായിരുന്നു. അത് പിന്നെ ഭയങ്കര പ്രയാസമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഗുരുജി തന്നതും കൊണ്ട് ധ്യാനത്തിനിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ, അപ്പൊ അത് ശ്രമകരമായിരുന്നു ധ്യാനം, അത് ധ്യാനമല്ലായിരുന്നു. ശരിക്കും പറഞ്ഞ ധ്യാനത്തിന് മുമ്പേ ഒരു സ്റ്റേജ് ഉണ്ട്, ധാരണ എന്ന് പറയുന്നത്. പതഞ്ജലി യോഗ സൂത്രത്തിൽ അതിൽ പറയും, ധാരണ ആദ്യം വരണം. പിന്നെ അതായത് പ്രാണായാമം, ആ അഷ്ടാംഗ യോഗയിൽ പലതും കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ആ ധ്യാനത്തിലോട്ട് അടുക്കുന്നത് ധാരണയാണ്. അതിന് പ്രത്യാഹാര, പിന്നെ ധാരണ, അതായത് പ്രത്യാഹാര ഡ്രോയിങ് ദ സെൻസസ് ഇൻവേർഡ്. അത് കഴിഞ്ഞിട്ട് ധാരണ, ഫോക്കസിങ്. അപ്പൊ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, എന്തോ ഒരു ഉന്നത ബുദ്ധി വെച്ച് നമ്മൾ എന്തോ ഫോക്കസ് ചെയ്തു, പിന്നെ നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്തു, ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അന്നൊക്കെ നമുക്ക് വളരെ ശ്രമകരമായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ പലതും അല്ലേ കയറി വരുന്നത്. അപ്പൊ പിന്നെ അതൊരു ഫോക്കസിങ് ആയിരുന്നു ശരിക്കും പറഞ്ഞ, ധാരണാ സ്റ്റേജിലായിരുന്നു നമ്മൾ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണെങ്കിൽ വേണമെങ്കിൽ പറയാം, ഗുരുജി ഈ ആക്റ്റീവ് പാസീവ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ധ്യാന അവസ്ഥ കുറച്ച് അനുഭവിച്ചറിയാൻ പറ്റിയത്. അതുവരെ പിന്നെ സ്ട്രെസ് ഉണ്ടാക്കും. കാരണം ഇങ്ങനെ നമ്മള് ബോധവാന്മാരായി ഇരുന്നില്ലെങ്കിൽ, അതായത് നിരീക്ഷകനെ ഞങ്ങൾക്ക് അന്ന് നമ്മള് ഉണർത്തിയിട്ടില്ല. എങ്ങനെയായിരുന്നു ചെയ്തത്, ചിലര് ബുദ്ധിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഉന്നത ബുദ്ധി ആയിരിക്കും എന്നും പറഞ്ഞ് ഗസ് ചെയ്ത് പിന്നെ നിരീക്ഷിക്കുമായിരുന്നു. അപ്പൊ കാണാം മനസ്സിൽ വരുന്ന ചില റിപ്പീറ്റഡ് ആയിട്ട് ചില തോട്ട്സ് നമ്മളെ ഉപദ്രവിച്ചവരെ കുറിച്ച് വരും. പിന്നെ സാധനയ്ക്ക് ചില കാര്യങ്ങൾ ഗുരുജി പറയുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാതെ പറ്റാൻ വരുമ്പം ഗുരുവിനോടൊരു ഇതെല്ലാം കയറി വരും. ഭയങ്കരമായിട്ട് ആ ഒരു ഫേസ് ഉണ്ട്. അപ്പോ അത് സ്ട്രെസ്ഫുൾ ആണ്. അത് സ്ട്രെസ്ഫുൾ ആകുമ്പോഴാണ് അത് മെഡിറ്റേഷൻ അല്ല. നമ്മൾ ശ്രമിക്കുന്നു എന്നിട്ട് അത് സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുന്നു, ദാറ്റ് ഈസ് നോട്ട് മെഡിറ്റേഷൻ. അപ്പോ അത് ആകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ മനസ്സിനെ ശരിക്കും മനസ്സിലാക്കണം. സായി പറഞ്ഞ പോലെ ആ മനസ്സിൽ എന്തൊക്കെ ഉണ്ട് എന്ന് സത്യസന്ധതയോടെ നമ്മുടെ ആ ബുദ്ധി ഉപയോഗിച്ച് കാണണം. പക്ഷെ
ഒരു കാര്യമുണ്ട്, ശരത്ജി പറഞ്ഞ പോലെ നമ്മൾ തന്നെ ചിന്തിക്കണം. നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ, നമ്മുടെ മനസ്സിന്റെ കംഫർട്ടിൽ നിന്ന് പോകാൻ തയ്യാറാണോ എന്ന് ശരിക്കും ഒരു വിലയിരുത്തൽ ചെയ്യണം, അസസ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് പക്ക ആയി കഴിഞ്ഞാൽ പിന്നെ പോകാം, പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ മനസ്സിനെ അതല്ലെങ്കിൽ അത് അത്രയും നമ്മളെ ഡിലേ ചെയ്യിപ്പിക്കും അവിടെ ചെന്നെത്താൻ. അങ്ങനെ വരുമ്പോ നമ്മൾ ഈ പിന്നെ നമ്മൾ അന്ന് ചെയ്തപ്പം ഈ നിരീക്ഷകൻ ഇങ്ങനെ നോക്കിയപ്പം ഈ ബോധത്തിന്റെ മീൻസ് ഈ ബുദ്ധിയുടെ സഹായത്തോടെ, തെറ്റിദ്ധാരണയാണ്, അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അപ്പൊ അങ്ങനെ ചെയ്തപ്പം ഈ ഓരോരോ തോട്ട്സും വന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ജിഡ്ഡു കൃഷ്ണമൂർത്തിയുടെ ബുക്കൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോണം, അത് അതിൽ നിന്ന് ഒളിച്ചോടരുത്. അതുണ്ട്, എൻ്റെ ഉള്ളിൽ ആ ചിന്ത ഉണ്ട്, ഈ വികാരം ഉണ്ട്, അത് അംഗീകരിക്കണം, എന്നിട്ട് അതിനെ കാണുക മാത്രം ചെയ്യുക. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്തായിരുന്നു ജിഡ്ഡു കൃഷ്ണമൂർത്തി പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി ഗുരുജി പറയുന്ന കാര്യം എന്താണ്. പക്ഷെ അത് ഞങ്ങൾക്ക് തന്നെ പ്രാപിക്കാൻ പറ്റിയില്ല. ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് ഈ പ്രാക്ടീസിൽ ഏർപ്പെട്ടിട്ടാണ് അതെന്താണെന്ന് പ്രാക്ടിക്കലായിട്ട് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അത്രയും മണിക്കൂർ നിൽക്കുമ്പോൾ നമുക്ക് ആ നിരീക്ഷകന്റെ സ്വഭാവം വരുന്നതാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. വ്യാഖ്യാനമില്ല, താരതമ്യം ചെയ്യുന്നതില്ല, പിന്നെ വിലയിരുത്തലില്ല, ഇതൊന്നും മൈൻഡിന്റെ ഒരു പരിപാടിയും അവിടെ ഇല്ല. അപ്പൊ അവിടെ നിരീക്ഷകനാണ് ഉള്ളത്. അങ്ങനാണ് നിലനിൽക്കണ്ടേ, അങ്ങനാണ് മനസ്സിനെ കാണണ്ടേ എന്ന് ബോധവാനായിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ നിരീക്ഷകന്റെ തലത്തിൽ ഈ സ്വഭാവം കൊണ്ടൊക്കെ ഈ തലത്തിൽ മനസ്സ് നമ്മളെ ഹൈജാക്ക് ചെയ്യാതെ നമ്മൾ ഈ തലത്തിൽ നിൽക്കുവാണെങ്കിൽ, അവിടെ നിരീക്ഷകൻ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും ധ്യാനമൊക്കെ ചെയ്യുമ്പം ഈ തലത്തിൽ നിൽക്കാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ നിൽക്കുവാണെങ്കിൽ, ഒരു വ്യാഖ്യാനവും ഒരു പിന്നെ ന്യായീകരണവും ഒന്നും ഇല്ലാതെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ശാന്തമായിട്ട് നിൽക്കാം. കാരണം എന്തോ എൻ്റെ ഉള്ളിൽ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട് എന്ന് മാത്രം. അതായത് അത് വിലയിരുത്താൻ ഒന്നും പോകരുത്. അത് അങ്ങനെ ന്യൂട്രലായിട്ട് നിന്ന് ആ തലത്തിൽ നിൽക്കുക. അപ്പോ തീർച്ചയായിട്ടും നിരീക്ഷകൻ സത്തയുടെ അടുത്ത അഖണ്ഡ ബോധത്തിന്റെ അടുത്താണ്. അപ്പൊ തീർച്ചയായിട്ടും എന്തും കൊണ്ട് ബോധത്തിന്റെ ഒരു അംശമെങ്കിലും നമുക്ക് കിട്ടൂലേ. അപ്പൊ അവയർനെസ് അല്ലെങ്കിൽ ബോധം നമ്മൾ സ്ഫുരിക്കണമല്ലോ. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ആ നിരീക്ഷകന്റെ തലത്തിൽ നിന്ന് ആ സത്ത ഒരു അംശം അവിടെ നിന്ന് ന്യൂട്രലായിട്ട് നിന്ന് നമ്മുടെ മനസ്സിനകത്തെ ഓരോ കാര്യവും നോക്കിക്കണ്ടാ മതി. അത് ഉണ്ട്. എന്നിട്ട് സത്യം അന്വേഷിച്ച് പോകുന്നവരാണെങ്കിൽ സത്യസന്ധതയോടെ അവന്റെ മനസ്സിനകത്തെ കളങ്കത, ഇംപ്യൂരിറ്റി എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ ആ തരത്തിൽ ഉയരണമെങ്കിൽ അതിന് കൂടുതൽ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിലോട്ട് ഒട്ടലില്ലാതെ പോകാൻ പറ്റും. അപ്പൊ ഇനി മനസ്സിലത് വന്നാലും അതിലോട്ട് ഒട്ടാനുള്ള ഒരു സാധ്യത കുറയും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ധ്യാനം എന്തോ ആകുന്നത്, സ്ട്രെസ് ഫ്രീ ആവുന്നത്. ഈ തലത്തിൽ നിൽക്കുമ്പോഴാണ് ധ്യാനം സ്ട്രെസ് ഫ്രീ ആയിട്ട് സ്വാഭാവികമായിട്ട് നടക്കുന്നത്. നിരീക്ഷണ ലെവലിലോട്ട് വരുമ്പോഴാണ് അത് അങ്ങനെ നടക്കുന്നത്. അപ്പോഴാണ് ശരിക്കുള്ള ധ്യാനം ഉണ്ടാകുന്നത്. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഗുരുവിന്റെ ആ ക്യാമ്പിൽ നിന്നും നമുക്കത് മനസ്സിലായി. ഇനി നമ്മൾ അഭ്യസിക്കുമ്പോൾ ആ ഒരു തലത്തിൽ ആ ഒരു ഫ്രെയിം ഓഫ് അവർ ഇന്നർ എക്സിസ്റ്റൻസ് നമ്മൾ നിൽക്കുന്നത്, ഗുരുവിന്റെ അടുത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ നിൽക്കണം. എന്നിട്ട് ഗുരു പറയുകയും ചെയ്തു, തുടർച്ചയായിട്ട് അങ്ങനെ നിൽക്കണം എന്നില്ല. നമ്മള് ബാഹ്യ ഈ ഇതിനകത്തൊക്കെ ഉള്ളപ്പം അങ്ങോട്ടും നമ്മുടെ ആ എനർജി അങ്ങോട്ടും ഡയറക്റ്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും ഈ എനർജിയിൽ നിലനിൽക്കാൻ പറ്റില്ലായിരിക്കും, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ എന്നാലും ഇതാണ് അതിന്റെ എസൻസ്. ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ബോധവാനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിരീക്ഷകന്റെ ലെവലിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ അവനവനെ കുറിച്ചുള്ളതാണ് മുഖ്യമായിട്ടുള്ളത് നിരീക്ഷിക്കണ്ടേ. ബാഹ്യമായിട്ടുള്ളതും നമ്മൾ നിരീക്ഷിക്കണം. പക്ഷെ ഇങ്ങനെയാണ് ഹൗ ധ്യാന ബിക്കംസ് എഫേർട്ട്ലെസ്, സ്വാഭാവികമായിട്ട് മാറുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ധ്യാനം ശരിക്കും ഗുരുജി പണ്ടേ നമ്മളോട് പറയുന്ന എന്താണ്, ധ്യാനം പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. മെഡിറ്റേഷൻ ഒരിക്കലും പഠിപ്പിക്കാൻ സാധിക്കില്ല, അത് സംഭവിക്കേണ്ടതാണെന്നല്ലേ പറയുന്നത്.
സംഭവിക്കേണ്ടതാണ്. അതെ അപ്പം തുടക്കത്തിൽ നമ്മുടെ മൈൻഡ് ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും. ആ തലത്തിൽ നിന്നും ഉയർത്തി അതറിയണം. കൊണ്ടുവന്നാൽ മാത്രമേ ധ്യാനം സ്വാഭാവികമായിട്ട് സംഭവിക്കുള്ളൂ. എന്നാൽ നമ്മൾ അപ്പോഴെല്ലാം ഓരോ മെത്തേഡ് ഓരോ സാധകർ പ്രാക്ടീസ് ചെയ്തത് സ്റ്റെപ്പുകളാണ്. അതെ നാമജപമായിരിക്കാം, സഹസ്രനാമജപമായിരിക്കാം. എന്നിട്ട് കുറച്ച് നേരം എന്തെങ്കിലും ഒരു ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരിക്കാം. ചിലപ്പോൾ സങ്കല്പങ്ങളിൽ, ഈശ്വര സങ്കല്പങ്ങളിലായിരിക്കാം. ഇതെല്ലാം ആ, അത് സ്റ്റെപ്പുകൾ മാത്രമായിരുന്നു. കാരണം ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പം മൈൻഡ് എന്ത് ചെയ്യും? മൈൻഡ് കാമാവും. കാമായാൽ മാത്രമേ മൈൻഡിൻ്റെ അകത്ത് എന്തുണ്ടെന്നുള്ളത് അറിയാനും പറ്റൂ. മറ്റേ ഈ ചെളിവെള്ളം കലക്കിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറയുന്ന ഒരു കഥയുണ്ടായിരുന്നല്ലോ. നല്ല വെള്ളം എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് അവിടെ ചെളിവെള്ളമാണ് കാണുന്നത്. അപ്പം ആ ശിഷ്യൻ തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് വരും. ഗുരു പറഞ്ഞു വിട്ടതാണ് ആ വെള്ളം കോരിക്കൊണ്ട് വരാൻ. പക്ഷെ പോയപ്പം ചെളിവെള്ളമാണ് കണ്ടത്. അപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇല്ല, അവിടെ കുടിക്കാനുള്ള വെള്ളമൊന്നും കണ്ടില്ല. അപ്പം ഗുരു ചോദിക്കുകയാണ്, നീ അവിടെ പോയി എന്ത് ചെയ്തു? ഞാനവിടെ പോയി ഗുരു പറയുന്നിടത്ത് പോയി ഞാൻ ആ വെള്ളം കണ്ടു, പക്ഷെ അത് ഫുള്ളും ചെളിവെള്ളമാണ്, കുടിക്കാൻ പറ്റുന്നില്ല. അപ്പം നീ അവിടെ വെയിറ്റ് ചെയ്യാത്ത എന്ത്? കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ. അപ്പം വീണ്ടും പോയി കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ ചെളിവെള്ളം മാറി തെളിഞ്ഞ് ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടി. എന്നിട്ട് അത് എടുത്തുകൊണ്ട് വന്നു. അപ്പം അതുപോലെയാണ് സാധകൻ. ഇതൊരു യാത്രയല്ലേ. ഇപ്പം നമ്മുടെ ഉള്ളിൽ ഫുള്ളും ചെളിയാണ്. സാധന ചെയ്ത് വരുമ്പോൾ ആ ചെളി ഫുള്ളും കലങ്ങും. ഈ പാലാഴി മദനം പോലെ ഉള്ളിലുള്ളതെല്ലാം കലങ്ങി പുറത്തോട്ട് വരികയാണ്. പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അതിനുള്ള നിന്നു കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം മാറിയാലേ മനസ്സ് ശാന്തമാകൂ എന്നുള്ളത് തിരിച്ചറിയിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ആ യാത്രയിൽ. അപ്പോൾ പെട്ടെന്ന് ധ്യാനം പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അവൻ്റെ മൈൻഡിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ എന്തെന്നെയൊക്കെയാണ് കളഞ്ഞാലാണ് ധ്യാനം സംഭവിക്കുന്നതെന്ന് അറിയാനും സാധിക്കുള്ളൂ. അപ്പം നമ്മുടെ യാത്രയിൽ ക്ഷമയോടുകൂടി നിൽക്കാൻ സാധിച്ചവർക്ക് ഈ ഒരു നിരീക്ഷകനിലേക്ക് എത്താൻ സാധിച്ചിട്ടുമുണ്ട്. ക്ഷമയില്ലാത്തവർ ഇടയ്ക്ക് വെച്ച് മാറിപ്പോകേണ്ടിയും വന്നിട്ടുണ്ട്. ക്ഷമയോടുകൂടി നിന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ സാധകരും ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ ആ ധ്യാനാത്മക മനസ്സ് സംഭവിക്കുന്നു. ആ പ്രാക്ടിക്കൽ സെഷൻസിലൂടെ നമുക്ക് ആ നിരീക്ഷകനെ അനുഭവിക്കാനും സാധിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം. ഒരു ബോധപ്രാപ്തിനോടൊപ്പം നിലനിൽക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണാം. എല്ലാവർക്കും സാധിക്കട്ടെ. ഹരി ഓം.